അങ്ങനെ ആദ്യത്തെ പണിപ്പുര ടാസ്കിൽ വീട്ടുകാർ തോറ്റിരിക്കുകയാണ്. ആസ് യൂഷ്വൽ പ്രഡിക്റ്റ് ചെയ്തത് തന്നെയാണ്. കാരണം 15 സെക്കൻഡ് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും ഇതിനകത്തുള്ളിൽ അവർ പോയി വരത്തുമില്ല. ഒന്നാമത് ആദ്യത്തെ തവണ. രണ്ടാമത്തെ കാര്യം, പോയി വരാൻ പറ്റത്തില്ല. കാരണം അത്ര സമയമേ ഉള്ളൂ. ഈ സാധനങ്ങൾ എടുക്കുമോ, ആരുടേതൊക്കെ ആണെന്ന് വിചാരിച്ച് തപ്പും, അല്ലെങ്കിൽ ഇതെങ്ങനെ എടുത്തുകൊണ്ട് വരും, ഇതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും സ്ട്രാറ്റജിക്കലായിട്ട് കളിക്കാൻ പറ്റുമോ, ഒന്നും നടക്കൂല. ഒരു വേല ഇതിനകത്ത് നടക്കൂല എന്നുള്ളതാണ് ഈ ടാസ്കിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് തന്നെയാണ് ഇവർ തോക്കുമെന്ന്. ചിലപ്പോൾ അടുത്തൊരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനകത്തും തോക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരാൾ സമയമൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാം. പിന്നെ ഈ സീസണിലെ പെൺപുലികൾ എന്ന് നമുക്ക് ആദ്യത്തെ 2 ദിവസം കൊണ്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നാലും കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, റെന പിന്നെ നമ്മുടെ ജിസൈൽ, ഇവർ രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളും അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയുന്നത്. ജിസൈൽ ഇന്ന് മിണ്ടാതെ ഇരുന്നു. ജിസൈലിനെ കുത്തിപ്പൊക്കാൻ വേണ്ടി അപ്പാനി കൂട്ടം, അതെ, കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ കുറേ ഇതൊക്കെ കാണുന്നതിന് അപ്പാനി കൂട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളിൽ വരുന്ന സാധനമാണ്. അതാണ് ഇപ്പൊ ശരിക്കും ആ വീടിനകത്ത് സംഭവിക്കുന്നത്. അപ്പാനി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ, ശരത്ത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയ സാധനമാണ് അപ്പാനി കൂട്ടം എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പുകളാക്കി. ഇപ്പൊ അത് തന്നെയാണ് ശരിക്കും ബിഗ് ബോസ് വീടിനകത്തും കാണാൻ പറ്റുന്നത്. ഒരു കൂട്ടം പോകുന്നിടത്ത് ഒരു കൂട്ടം ഉണ്ടാക്കി ഗ്രൂപ്പിസം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഗ്രൂപ്പിസം പർട്ടിക്കുലർ വ്യക്തികൾക്കെതിരെ ഉള്ള ഒരു എയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരെയും ഒന്ന് ആക്റ്റീവ് ആക്കണം എന്നൊരു സാധനമാണ്. പക്ഷേ ഗ്രൂപ്പായിട്ട് നിൽക്കാതെ ശരത്തൊക്കെ അങ്ങോട്ട് ഒറ്റയ്ക്ക് നിൽക്കുക. ശരത്തും അഭിശ്രീയും കൂടെ ഒക്കെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ വന്നാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ശരത്തും ഷാനവാസൊക്കെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ രീതിക്ക് വരുന്നില്ല. അഭിശ്രീയുടെ അടുത്തൊന്നും ഒന്നുമേ അപ്പാനി ശരത്ത് പറയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ. ഇത് മൊത്തം ലേഡീസിനെതിരെയാണ്. ബിഗ് ബോസ് സീസൺ 8 തമിഴ് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നവരെല്ലാവരും. കാരണം അതിനകത്താണ് ഈ ജെൻസും ലേഡീസും കൂടെ ഇരുന്നുകൊണ്ട് ഭയങ്കരമായ വഴക്ക് കൂടുന്നതും 2 ടീമായിട്ട് പിരിയുന്നതും ഒക്കെ. എന്തോ ആവട്ടെ, ആണുങ്ങളെ കുറിച്ച് എനിക്ക് ഇതിനകത്ത് നല്ല അഭിപ്രായം ഇല്ല. മിക്കവാറും ലേഡീസ് തന്നെയായിരിക്കും ഈ സീസണിൽ കയറി വരാൻ പോകുന്നത്. കാരണം അങ്ങോട്ട് ഒരു തീപ്പൊരി പവർ ആണുങ്ങൾക്കില്ല. പെണ്ണുങ്ങൾ അത്യാവശ്യം നല്ല പവറുള്ളവർ, പോയിന്റുകൾ പറയുന്നവരൊക്കെ ഉണ്ട്. സാധാരണ സീസൺ നേരെ എഗെയിൻസ്റ്റ് ആണ്. എന്നാലും നമ്മുടെ കേരളമല്ലേ, മലയാളമല്ലേ, രാജാവ് എന്തായാലും ഉണ്ടാകും. എന്തായാലും ലൈവിൽ നടന്ന സംഭവങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നത്. 12 മണി മുതൽ 3:30 വരെ നടന്ന സംഭവമാണ് പറയുന്നത്. അത്യാവശ്യം കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം കുറച്ച് കണ്ടന്റ് വന്നു. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയി മിമിക്രി പരിപാടികളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് നടക്കുന്ന ഫസ്റ്റ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആര്യനും അപ്പാനി ശരത്തും കൂടെ പ്ലാൻ ചെയ്യുവാണ്. ആദില നൂറയും അതുപോലെ നമ്മുടെ അനീഷുമായിട്ടുള്ള അടിക്ക് ശേഷം അപ്പാനി ശരത്തും ആര്യനും കൂടെ പ്ലാൻ ചെയ്യുകയാണ്. നമ്മൾ എല്ലാവരെയും കുത്തി ഇവിടെ നിന്ന് ഇളക്കി, നമുക്ക് ജിസൈലിനെ കൂടെ കുത്തി ഒന്ന് ഇളക്കിയാലോ, അഭിശ്രീ എങ്കിൽ വിളി, ഞാൻ പറയാം വേണോ, നമുക്ക് ഫണ്ണായിട്ട് ജിസൈലിനെ കൂടെ ഒന്ന് കുത്തന്ന് വാ തുറക്കട്ടെ ജിസൈല് എന്ന് പറഞ്ഞുകൊണ്ട് ജിസൈലിനെ വാ തുറപ്പിക്കാൻ വേണ്ടി അപ്പാനി നേരെ ജിസൈലിൻ്റെ അടുത്ത് പോകുന്നു. ജിസൈലിൻ്റെ കയ്യിൽ മറ്റേ ബാൻഡ് ഉള്ളതുകൊണ്ട് ജിസൈലിന് മേക്കപ്പ് സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് ജിസൈൽ എന്ത് ചെയ്യുക, മേക്കപ്പ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ലാല ഇങ്ങനെ കറങ്ങിയിരിക്കുക. അപ്പൊ ജിസൈലിൻ്റെ അടുത്തോട്ട് പോയിട്ട് അപ്പാനി പറയണം, നിങ്ങൾക്ക് മേക്കപ്പ് ഇടുന്നതല്ലാതെ വേറെ ഒരു പണി ഇവിടെ ഇല്ലേ, നിങ്ങൾക്ക് ഗെയിം എന്താണെന്ന് അറിയില്ലേ. അപ്പോഴാണ് ജിസൈൽ ഒരു ഡയലോഗ്, ഡേയ് ഗെയിം നിന്നെക്കാലം നന്നായിട്ട് ഗെയിം എനിക്കറിയാം കേട്ടോ എന്ന് വെച്ചാൽ ഒരു ബിഗ് ബോസിൽ പോയിട്ടുള്ള ആളാ, ഇതിപ്പോ 2ാമത്തെ തവണയാണ്. അപ്പൊ അതുകൊണ്ട് ഗെയിം എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അപ്പൊ അപ്പാനി ശരത്ത് പറയാണ്, എന്തെങ്കിലും വാ തുറന്ന് നിങ്ങളിവിടെ കൂടുതൽ കാര്യങ്ങൾ പറ, വാ തുറക്ക്, ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾക്ക് പറയാനായിട്ട് ഒന്നുമില്ലേ. അഭിശ്രീയും ആര്യനും ഒക്കെ ഒപ്പമുണ്ട്, അവരെല്ലാവരും കൂടെ എന്താണ് മാറി മാറി ഡയലോഗുകൾ പറയുന്നത്. അപ്പം ജിസൈല്, എനിക്ക് നിങ്ങളെ പോലെ വഴക്കുണ്ടാക്കാൻ ഒരു താല്പര്യവും ഇല്ല, അതല്ല എൻ്റെ പണി. ഒരു ഗ്യാങ്ങും ഉണ്ട് ഇവിടെ, കുറെ ഗുണ്ടകൾ, അതായത് ഗുണ്ടകൾ. അപ്പോൾ കുണ്ടകളെല്ലാം കൂടി ഇവിടെ കുണ്ടകളെ പോലെ നടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അപ്പോൾ ഒരറ്റത്തുനിന്നൂടെ ഇങ്ങനെയൊക്കെ കുണ്ടനെന്നോ, അല്ലല്ല കുണ്ടലല്ല, ഗുണ്ട ആ വേർഡൊന്നും പറയരുത് എന്നിങ്ങനെ ഒരു സൈഡിൽ നിന്ന് പറയുവാണ്. അപ്പം അടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് എനിക്കൊന്ന് നെവിനാണോ അതോ വേറെ ആരെങ്കിലും ആണെന്നോ, നമ്മൾ ഗുണ്ടകളല്ല, എന്തിനാണോ കൊന്നിട്ട് ആ സാധനം നമ്മുടെ JSK ഡയലോഗ് ഒക്കെ എടുത്തിട്ട് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ജിസൈൽ പറയാണ്, ഞാൻ ഇത്തിരി റെഡി ആയതിലാണ് ഇവർക്ക് അസൂയ, അതാണ് ഈ ചെറുക്കന്മാർക്ക്, ഈ ചെക്കന്മാരുടെ പ്രശ്നം അതാണ്, ഞാനിപ്പോൾ ഇത്തിരി റെഡിയായി. അപ്പം നവീൻ ഒരു ഒറ്റ ആട്ട്. അപ്പോഴേ നിങ്ങളെക്കാളും വലിയ മോഡൽസിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ജിസൈൽ, നിങ്ങളെ കോമഡി ആയിട്ട് പറയണം. അപ്പൊ ജിസൈൽ, ഇവിടെ അവർക്ക് തുണി കിട്ടാത്തതിന്റെ അസൂയയാണ്. എനിക്കിവിടെ തുണി കിട്ടിയല്ലോ, ഞാൻ ഇവിടെ റെഡിയായി ഇങ്ങനെ ഇരിക്കുന്നു, ഇവർക്കിത് അസൂയ. അപ്പോഴത്തേക്കും അക്ബർ പറയുന്നു, യു ആർ സോ ഹോട്ട്. അപ്പോഴത്തേക്കും ആര്യം പറയാനേ, നിന്റെ വീട്ടിലെ പെണ്ണുപിള്ള ഉണ്ട്, ഓർത്ത് മര്യാദയ്ക്കൊക്കെ ഇരുന്നോണോ എന്ന് പറയുന്നു. അങ്ങനെ ഈ കോൺവെർസേഷൻ സൂപ്പറായിട്ട് പോകുന്നു. നല്ല രീതിക്ക് ജിസൈൽ അങ്ങോട്ട് പണി തുടങ്ങുന്നുണ്ട്.
കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മുൻഷിയും അനീഷും കൂടെ സംസാരിക്കുകയാണ്. മുൻഷി ഇവൻ്റെ പേഴ്സണൽ ലൈഫ്, അനീഷിൻ്റെ പേഴ്സണൽ ലൈഫൊക്കെ ചോദിച്ചിട്ട് എന്ത് പറ്റി നീ ഇങ്ങനെ ഫുള്ള് ഇവിടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടുമ്പോഴത്തേക്കും ഇങ്ങനെ അതല്ല ഇങ്ങനെ അങ്ങനെ 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 എന്നൊരു 200 തവണ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നോക്കിയാൽ പിന്നെ അനീഷ് മിണ്ടുന്നില്ല. ഞാൻ പറയുന്നത് എനിക്ക് ശരിയായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് എന്ന് അനീഷ് പറയുന്നു. ദെൻ അതിനുശേഷമാണ് തുറപ്പ പ്രശ്നം വരുന്നത്. തുറപ്പ അനുമോൾ തൂത്തോണ്ടിരിക്കാൻ, അനുമോൾ സാധാരണ നമ്മളിങ്ങനെ തൂക്കും പോലെ തൂത്തോണ്ടിരിക്കുന്നു. ജിസയിൽ ഇരിക്കുന്നു, തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എന്താ പറയുക ടോയ്ലറ്റിൽ പോയി ഇരിക്കും പോലെ തറയിൽ ഇങ്ങനെ കുത്തി ഇരുന്നിട്ട് ഇങ്ങനെ തുറപ്പ് വെച്ച് തന്നെ ഇങ്ങനെ തുടയ്ക്കണം. 2 രീതിയിൽ നമുക്ക് തൂക്കാമല്ലോ. അപ്പം അനുമോൾ അങ്ങനെ നടുവളഞ്ഞെന്ന് തൂക്കുന്ന കാണുമ്പോൾ നീ ഇങ്ങനെ കുറച്ചുകൂടി കുനിഞ്ഞ് തൂക്ക്, ഇങ്ങനെ അല്ലെങ്കിൽ ഒന്നും പോകില്ല. അപ്പോഴത്തേക്ക് അനുമോള് ജിസയില് ഇങ്ങനെ തൂക്കരുത്, ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ആ തുറപ്പയിലുള്ള പൊടിയാണ് വീണോണ്ടിരിക്കുന്നത്, അല്ലാതെ വീഴത്തില്ല. ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ. നീ കുനിഞ്ഞ് തൂക്ക്, നിനക്ക് കക്കുസിലിരിക്കാൻ അറിയില്ലേ, നീ അതുപോലെ ഇരുന്ന് തൂക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിക്കണം. കാരണം ജിസയിൽ അത്രയും നേരം ഒന്നും വേണ്ടിയിട്ടില്ല. ഇപ്പോഴാണ് ജിസയിൽ വാ തുറന്നപ്പോൾ അവിടെ ഉള്ളവരിരുന്ന് മൊത്തം ചിരി. അപ്പോൾ ജിസയിൽ നീ ഇങ്ങനെ കുത്തനെ പിടിച്ച് തൂക്കരുത്, എങ്ങനെയാണ് കുത്തനെ തുറപ്പ് പിടിച്ച് തൂത്ത് കഴിഞ്ഞാൽ പോകുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നീളത്തിന് പിടിച്ച് വെച്ച് തൂക്കുന്നത്. അപ്പോഴത്തേക്ക് അനുമോള് എനിക്ക് ഇങ്ങനെ തൂക്കാനേ അറിയാവൂ, വേറൊരു രീതി എനിക്ക് അറിഞ്ഞൂടാ, അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം, നിങ്ങൾ പഠിപ്പീര് തന്നെ എന്നിങ്ങനെ പറയണം. അനുമോൾക്ക് ഒരുമാതിരി വിഷമം വരികയാണ്. അപ്പം ജിസയിൽ പറഞ്ഞേ കക്കൂസിൽ പോയി ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാവോ, അതേപോലെ തൂക്ക് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അനീഷ് ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനു പറയാണ് എനിക്ക് ഈ മാറ്റൊന്നും ഇങ്ങനെ നിങ്ങൾ തൂക്കും പോലെ തൂത്ത് വൃത്തികേടാക്കാൻ തീരെ താല്പര്യമില്ല, ചീത്തയാക്കാൻ താല്പര്യമില്ല, 3 മാസം നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ് എന്നെല്ലാം പറയുന്നു. ഓക്കെ ഫൈൻ. അങ്ങനെ നല്ലൊരു കോൺവെർസേഷൻ. അവിടെ നമുക്ക് കുറച്ച് ചിരിക്കാനുള്ള കുറേ എലമെന്റുകൾ അവിടെ കിട്ടി. ജിസയിൽ വാ തുറന്നു, എന്തോ ഒരു ഗെയിം ജിസയിലിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. പിന്നെ അടുത്ത ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നു ബൗള്. ഇതിനിടെ കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തമാശ, അതുപോലെ തന്നെ ഈ പറയുന്ന മിമിക്രി, മോണോ ആക്റ്റുകള്, അതെല്ലാം ഉണ്ട്. കളിയും ചിരിയൊക്കെ നടക്കുന്നുണ്ട്. ബിഗ് ബോസ് വിളിക്കുന്നു. ബിഗ് ബോസ് വിളിച്ചിട്ട് ഇവരെ ഒരു ബൗള് കൊടുക്കുന്നു. ബൗളിനകത്ത് 6 ചിറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് പണിപ്പുരയിലേക്കുള്ള സംഭവമാണ്. ഈ 6 ചിറ്റിലും സമയവും പോയിന്റും ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുള്ള 6 ചിറ്റുകളാണുള്ളത്. ഒരു ചിറ്റിൽ 15 സെക്കൻഡ് 600 പോയിന്റ്, അടുത്തതിൽ 16 സെക്കൻഡ് 575 പോയിന്റ്, 17 സെക്കൻഡ് 550 പോയിന്റ്, 18 സെക്കൻഡ് 525 പോയിന്റ്, 19 സെക്കൻഡ് 500 പോയിന്റ്, 20 സെക്കൻഡ് 450 പോയിന്റ്. ഇങ്ങനെയാണ് ആ ചിറ്റുകൾ വരുന്നത്. അതായത് ഇതിനകത്ത് ഏതാണോ നമ്മൾ എടുക്കുന്നത് അത്രയും സെക്കൻഡുകൾ കൊണ്ട് മാത്രം നമ്മൾ അകത്ത് പോയി നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ ആ ചിറ്റിൽ എത്രയാണോ ആ ചിറ്റിലുള്ള സാധനം വെച്ച് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ആദിലയും നൂറയും അക്ബറും കൂടിയാണ് ഒരെണ്ണം ചൂസ് ചെയ്യുന്നത്. 16 സെക്കൻഡും 575 പോയിന്റ്. അതായത് 16 സെക്കൻഡുകൾക്കുള്ളിൽ ഈ പറയുന്ന പണിപ്പുരയ്ക്കകത്തേക്ക് പോയി അവർക്കും മറ്റുള്ളവർക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് ഹൗസിന് പുറത്ത് 16 സെക്കൻഡുകൾക്കുള്ളിൽ വന്നിരിക്കണം. 575 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ ഓരോ സാധനങ്ങളുടെ വില ഇങ്ങനെ വായിക്കാണ്. കോഫി പൗഡർ ഇത്ര ഗ്രാം 100 പോയിന്റ്, ഷൂസ് ഇത്ര ഗ്രാം ഇത്ര, അല്ല ഷൂസ് ഇത്ര, ഒരു ജോഡി ഇത്ര, ഡ്രസ്സ് ഇത്ര, ടോപ്പ് ഇത്ര, പാൻസ് ഇത്ര, ജീൻസ് ഇത്ര. അപ്പോൾ വായിക്കാണ്. എന്നിട്ട് ഏറ്റവും കുറഞ്ഞത് നോക്കി അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുക്കാനാണ് എല്ലാവരുടെയും തീരുമാനം. അപ്പം നൈറ്റ് ഡ്രസ്സുകൾ, അതായത് രാത്രി ധരിക്കുന്ന ഡ്രസ്സുകളും അതുപോലെ തന്നെ ചെറിയ ഷൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പം ഇവർ ഇതുപോലത്തെ ചെറിയ വില കുറഞ്ഞ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാവരും പ്ലാൻ ചെയ്ത് ഓക്കെ നമുക്ക് ഇന്ന സാധനങ്ങൾ എടുക്കാം എന്നുള്ള തീരുമാനത്തിൽ വരുന്നു. ബിഗ് ബോസ് പറയുന്നു ടൈമിനുള്ളിൽ, ടൈം കഴിയുന്നതിന് മുന്നേ നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ മൊത്തം നഷ്ടപ്പെടും. പിന്നെ ഭക്ഷണം, ആക്സസറീസും ഡ്രസ്സും എല്ലാം പോകും. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് 500 പോയിന്റ് ഉണ്ടെങ്കിൽ 550 501 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്ത് വന്നിട്ട് അതിൻ്റെ ബാക്കി തിരിച്ചകത്ത് തന്നു വിടണം എന്ന് പറഞ്ഞ് ബാക്കി ഓരോ സാധനത്തിൻ്റെ പോയിന്റ് എല്ലാം വായിച്ച് അക്ബറും ആദില നോറയും കൂടെ പുറത്ത് പോകുന്നു. വീടിനകത്തോട്ട് നമ്മുടെ പണിപ്പുര ബസർ ടു ബസറാണ്, അതിനകത്ത് ടൈമറൊക്കെ വെച്ചിട്ടുണ്ട്. കയറുന്നു, പറ്റുന്നില്ല. ഇവര് എനിക്ക് തോന്നുന്നു 16 സെക്കൻഡാണ് ഇവരുടെ സമയം. പക്ഷേ ഇവർ തിരിച്ചെത്തുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 19 സെക്കൻഡോളം ആവുന്നുണ്ട്. ബിഗ് ബോസ് ബസർ അടിക്കുന്നുണ്ട്. ബസർ അടിക്കുമ്പോഴാണ് ഇവർ അതിനകത്ത് നിന്ന് ഇറങ്ങാൻ തന്നെ തുടങ്ങുന്നത്. ബസർ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ പുറത്തായിരിക്കണം, ഇതിൽ നിന്ന് പുറത്ത് വന്നിരിക്കണം. അപ്പം അതുകൊണ്ട് എന്തായാലും ഈ സാധനം ഇവർക്ക് പുറത്തു വരാൻ പറ്റിയില്ല ബസർ അടിക്കുന്നതിന് മുന്നേ. അപ്പോൾ ഇവരെ കൊണ്ടുവന്ന മുഴുവൻ സാധനങ്ങളും തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ
ഇരിക്കുന്നത്. ഇപ്പം നിലവിലെ അവസ്ഥ അങ്ങനെയാണ്. ബിഗ് ബോസ് പറയുന്നത് ഫസ്റ്റ് ചാൻസ് പോയി, ഇനി ഒറ്റ ചാൻസും കൂടെ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ വീട്ടിലിപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം. ഇനിയിപ്പം ആദില നൂറയും അക്ബറുമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദില നൂറയും വേറെ ആരെങ്കിലും ഇനി പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾ സമയം തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണം ഇത്ര സെക്കൻഡ്. കാരണം ഇവർക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റത്തില്ല, ഇവരെ മാറ്റി വേറൊരിടത്ത് നിർത്തിയിരിക്കുക. അപ്പം ഈ സമയം കാണുന്നവർ സമയം ഒരാളിങ്ങനെ പറഞ്ഞു കൊടുക്കണം, ബാക്കി ഒരാൾ എന്ത് ചെയ്യണം? ബാക്കി 2 പേര് സാധനങ്ങൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ആരെയും ഒരു സജഷൻ വെക്കുന്നു. അങ്ങനെ ആ സജഷനിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. നമ്മുടെ 3:30 വരെ ഉള്ള ലൈവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 12 മണി മുതൽ 3:30 വരെയുള്ള ലൈവ്. ഇപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ലൈവ് ആയതുകൊണ്ട് എനിക്ക് കാണാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റുകളും ലൈവ് വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതുപോലത്തെ ലൈവ് കാണാത്തവർക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ടേൺ ഓൺ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.